ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ ഒരു യൂസർ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ എങ്ങനെയാണ് ഒരു അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ഒരു സാമ്പിൾ പ്രോഗ്രാം നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇവിടെ എ എന്നുള്ള പേരിലുള്ള ഒരു അറേ, ഇൻറ്റീജർ അറേ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ സൈസ് 3 ആണ്. അപ്പോൾ ഇതിൽ 3 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഈ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ് 3 വാല്യൂസ് നമ്മൾ യൂസറിൻ്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ആ ഇൻപുട്ട് ആയിട്ട് യൂസർ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഈ അറേയിലോട്ട് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ താഴോട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം യൂസറിനോട് വാല്യൂസ് ഇൻപുട്ട് ചെയ്യാനായിട്ട് ചോദിക്കുന്നു. അപ്പം കീബോർഡ് വഴി യൂസർ 3 വാല്യൂസ് ഇൻപുട്ട് ചെയ്യും. അത് റീഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും അറേയിലോട്ട് സ്റ്റോർ ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡബിൾ കോട്ട്സിന്റെ അകത്ത് 3% ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കീബോർഡ് വഴി അക്സെപ്റ്റ് ചെയ്യേണ്ടത് 3 ഇൻറ്റീജർ വാല്യൂസ് ആണ് എന്ന് കമ്പൈലറിന് ഇൻഫർമേഷൻ കൊടുക്കാനാണ് 3 തവണ %d ഇവിടെ മെൻഷൻ ചെയ്തത്. അങ്ങനെ റീഡ് ചെയ്യുന്ന ഡാറ്റയെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ 3 അറേ എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്കാൻഎഫ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സ്റ്റോർ ചെയ്തിട്ടുള്ളതിനെ നമ്മൾ ജസ്റ്റ് സാമ്പിൾ ആയിട്ടൊന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് സാമ്പിൾ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എനിക്കിപ്പോൾ 3 വാല്യൂസ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. സപ്പോസ് ഇപ്പം ഈ അറേയുടെ സൈസ് എന്ന് വെച്ചാൽ 100 ആണെന്ന് കരുതുക. 100 ആണ് അറേ സൈസ്, അതായത് 100 എലമെന്റ്സ് വരെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഈ 100 എലമെന്റ്സിന്റെയും വാല്യൂസ് യൂസറിന്റെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ യൂസർ കീബോർഡ് വഴിയായിരിക്കും ഈ 100 ഇൻറ്റീജർ നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ 100 ഇൻറ്റീജർ നമ്പേഴ്സ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ 3%d പകരം 100 ടൈംസ് %d എന്ന് നമ്മൾ ഇവിടെ എഴുതേണ്ടി വരും. അതുപോലെ തന്നെ 100 എലമെന്റ്സിനെ നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യേണ്ടി വരും. ഇൻഡെക്സ് നമ്പർ ബേസ് ചെയ്ത് 100 തവണ ഈ എലമെന്റ്സിന്റെ പേര് നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. അതായത് 100 തവണ %d മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ 100 തവണ എലമെന്റ്സിന്റെ നമ്മൾ പേര് എഴുതേണ്ടി വരും. അപ്പോൾ അത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറും. എഴുതാനോ ടൈപ്പ് ചെയ്യാനും വളരെ ടൈം എടുക്കും. അതുപോലെ തന്നെ തെറ്റാനുള്ള ചാൻസും ഉണ്ട്. പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് തന്നെ പറയാം. അത്രയും ലെങ്തി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 100 തവണ %d എഴുതുക, 100 തവണ എലമെന്റ്സിന്റെ പേര് ലിസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ, അതായത് കൂടുതൽ എലമെന്റ്സിന്റെ വാല്യൂ ഇൻപുട്ട് ചെയ്യേണ്ട സമയത്ത് ഈ ഒരു മെത്തേഡ്, ഈ ഒരു സ്കാൻ ഓഫ് ഉപയോഗിച്ച് എഴുതുന്ന ഈ ഒരു രീതി അത്ര കൺവീനിയന്റ് അല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഉപയോഗിക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അത് കൂടുതൽ വാല്യൂസ് കീബോർഡിൽ എൻ്റർ ചെയ്യുമ്പോഴാണ് ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഒരു സാമ്പിൾ പ്രോഗ്രാം കാണിച്ചിട്ടുണ്ട്. ഇതില് ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ വാല്യൂസ് ഈ അറേയിലോട്ട് റീഡ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും. ഈ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടൈപ്പ് മെത്തേഡ് അത് വളരെ കോമൺ ആയിട്ട് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ്. സ്പെഷ്യൽ സിനാരിയോ എന്നല്ല പറയേണ്ടത്, വളരെ ജനറൽ ആയിട്ട് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോഴും ഈ ഒരു രീതിയായിരിക്കും നമ്മൾ മിക്ക സമയത്തും ഫോളോ ചെയ്യുന്നത്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മുമ്പ് കണ്ട അതേ പ്രോഗ്രാം തന്നെയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആ 3 വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറയും. 3 വാല്യൂസ് എൻ്റർ ചെയ്യും. അതിനെ സ്റ്റോർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യും. അതിനുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാമാണിത്. ഇവിടെയും ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 3 വാല്യൂസേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 100 വാല്യൂസ് ഒന്നും എൻ്റർ ചെയ്യാനായിട്ടുള്ള കാണിക്കുന്നില്ല. ഇതും ആ മെത്തേഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 3 വാല്യൂസേ എൻ്റർ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇവിടെയും നമ്മൾ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. സൈസ് 3 ഉള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ ഒരു ഇൻറ്റീജർ വേരിയബിളും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഐ എന്നാണ് നമ്മൾ പേര് കൊടുത്തത്. സാധാരണ എല്ലാ പ്രോഗ്രാമേഴ്സും ഈ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിളിന്റെ പേരെന്നുള്ളത് ഐ തന്നെയാണ്. അതൊരു സ്റ്റാൻഡേർഡ് എന്ന് തന്നെ പറയാം. ഐ എന്ന വേരിയബിൾ നെയിം ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. നമുക്കും അത് തന്നെ യൂസ് ചെയ്യാം. അപ്പം ഐ എന്നൊരു ഇൻറ്റീജർ വേരിയബിളും ക്രിയേറ്റ് ചെയ്തു. എ എന്ന പേരിൽ ഒരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ സൈസ് 3 ആയിട്ട് സെറ്റ് ചെയ്തു. സൈസ് 3 എന്ന് പറയുമ്പോൾ നമുക്ക് 3 വാല്യൂസ് അതിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ 3 വാല്യൂസ് നമ്മൾ യൂസറിനോടാണ് ചോദിക്കുന്നത് എൻ്റർ ചെയ്യാനായിട്ട്. അപ്പൊ അതിനുവേണ്ടി ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സെന്റൻസ് കൊടുക്കും. എന്താ 3 വാല്യൂസ് ഓഫ് അറേ എന്ന് ചോദിക്കുന്നു. അപ്പോഴായിരിക്കും യൂസർ ഇൻപുട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും എൻ്റെ 3 വാല്യൂസ് ഓഫ് അറേ എന്ന് ഇവിടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട്
കമ്പൈലർ ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ഫോർ ലൂപ്പ് എന്താണ് എന്ന് ഞാൻ പറയാം. ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം i ഈക്വൽ ടു 0 ആദ്യം ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഐയുടെ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് രണ്ടാമത്തെ കണ്ടീഷൻ അത് ചെക്ക് ചെയ്യും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണ് ഫോർ ലൂപ്പിൽ. അത് ചെക്ക് ചെയ്യും. ഐയുടെ വാല്യൂ ലെസ് ദാൻ 3 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇവിടെ ഐയുടെ വാല്യൂ 0 ആണ്. ആദ്യം റൺ ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂടെ സെറ്റ് 0 ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് ആദ്യം ഇത് വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും എന്തായാലും ഇതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഐ എപ്പോഴും ലെസ് ദാൻ 3 തന്നെയായിരിക്കും ഇവിടെ 0 ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട്. ഇത് ഈ കണ്ടീഷൻ ട്രൂ ആവുന്നുണ്ട്. അതിന്റെ കൂടെയുള്ള ഫോർ ലൂപ്പിന്റെ കൂടെയുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഫോർ ലൂപ്പിന്റെ കൂടെ ഉള്ളൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് കഴ്സർ നമ്മുടെ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ 45 എന്ന വാല്യൂ സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഈ സ്കാൻഎഫ് എന്ന് പറയുന്നത് അതിന്റെ അകത്ത് ഡബിൾ കോഴ്സിന്റെ അകത്ത് ഒരു %d എന്ന് ഇട്ടിട്ടുണ്ട്. ഈ %d ഉദ്ദേശിക്കുന്നത് ഒരു ഇന്റീജർ വാല്യൂവിനെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഒരു വാല്യൂവിനെ, ഒരു ഇന്റീജർ ഡാറ്റയാണ് ഇൻപുട്ട് ആയിട്ട് റീഡ് ചെയ്യേണ്ടത് എന്ന് കമ്പൈലറിന് ഇൻഫർമേഷൻ കൊടുക്കാനാണ് ഈ %d എന്നിവിടെ കൊടുത്തിരിക്കുന്നത്. ആ റീഡ് ചെയ്യുന്ന ഇൻപുട്ടിനെ എ എന്ന് പറഞ്ഞ അറേ നെയിമുള്ള അറേയിലോട്ട് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ആ അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഏത് എലമെന്റ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് കാണിക്കാനാണ് ഇവിടെ ബ്രാക്കറ്റിന്റെ അകത്ത് ഐ എന്ന് മെൻഷൻ ചെയ്തത്. നമ്മൾ ബ്രാക്കറ്റിന്റെ അകത്ത് ഇന്റീജർ ആയിട്ട് 0 ആണോ 1 ആണോ 2 എന്ന ഇൻഡെക്സ് നമ്പർ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. പകരം ഈ വേരിയബിൾ ആണ് നമ്മളിവിടെ ഇൻഡെക്സ് നമ്പർ ആയിട്ട് മെൻഷൻ ചെയ്തത്. ഈ വേരിയബിൾ ഈ ആദ്യം റൺ ചെയ്യുമ്പം ഈ വേരിയബിൾ ഈ ഐ എന്ന വേരിയബിളിന്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം നമ്മളിവിടെ ഐ എന്ന വാല്യൂ സെറ്റ് ചെയ്തേ ഉള്ളൂ. 0 ആയിട്ട് സെറ്റ് ചെയ്ത് കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റേജ് ആണ്. അപ്പൊ ഇവിടെ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് ഉദ്ദേശിക്കുന്നത് ഇവിടെ റീഡ് ചെയ്ത ആ വാല്യൂ ആദ്യത്തെ എലമെന്റ് ആയിട്ട്, അതായത് ഇൻഡെക്സ് നമ്പർ 0യിലുള്ള എലമെന്റ് ആയിട്ട് ഈ അറേ എലമെന്റിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഒരു ഇന്റീജർ നമ്പർ അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അത് ഈ കാണിച്ച ഇൻഡെക്സ് നമ്പറിലുള്ള എലമെന്റിലോട്ട് അത് സ്റ്റോർ ചെയ്യുക. ഇവിടെ ഇപ്പം 0 ആണ് ആ ഇൻഡെക്സ് നമ്പർ. അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഫോർ ലൂപ്പിന്റെ അകത്ത് നിൽക്കുകയാണല്ലോ. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചത് ഫോർ ലൂപ്പിന്റെ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലോട്ട് പോകും. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ++i എന്ന് കൊടുത്തിട്ടുണ്ട്. ഐയുടെ വാല്യൂ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഇത് ++i എന്നോ i++ എന്നോ നിങ്ങൾക്ക് കൊടുക്കാം. രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. ഇവിടെ ഇപ്പം ++i എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഐയുടെ വാല്യൂ 0 ആയിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഐയുടെ വാല്യൂ 1 ആവുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെയും അത് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇവിടെ എത്തപ്പോഴേക്കും ഐയുടെ വാല്യൂ 1 ആയി കഴിഞ്ഞു. ആ ഐയുടെ വാല്യൂ ആണ് ഈ 3 ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ഐ ലെസ് ദാൻ 3 ആണോ എന്ന് നോക്കും. അപ്പൊ ഇവിടെയും ഐയുടെ വാല്യൂ 3യേക്കാളും കുറവ് തന്നെയാണ്. കാരണം ഐയുടെ വാല്യൂ 1 ആണ്. അപ്പൊ ഈ കണ്ടീഷൻ ട്രൂ ആവും. വീണ്ടും അതിന്റെ കൂടെയുള്ള ഈ ഫോർ ലൂപ്പിന്റെ അകത്തുള്ള ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ വീണ്ടും ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കും. കഴ്സർ നമ്മുടെ ഒരു യൂസറിന്റെ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കും. അപ്പോഴാണ് നമ്മൾ ഈ 77 എന്ന വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. 77 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യും. അപ്പൊ ആ നമ്മൾ എൻ്റർ ചെയ്ത ആ വാല്യൂവിന് ഈ അറേ എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വീണ്ടും സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇൻഡെക്സ് നമ്പർ എന്നുള്ളത് മാറും. ഇവിടെ കഴിഞ്ഞ സൈക്കിളിൽ ഐയുടെ വാല്യൂ 0 ആയിരുന്നു. ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 1 ആയി. അതായത് 1 എന്ന ഇൻഡെക്സ് നമ്പറിലുള്ള എലമെന്റിലോട്ടാണ് നമ്മൾ ഈ ഇപ്പൊ റീഡ് ചെയ്ത വാല്യൂ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇൻഡെക്സ് നമ്പർ 1ലോട്ട് ആ എലമെന്റ് 77 എന്ന വാല്യൂ ഇൻഡെക്സ് നമ്പർ 1ലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും കൺട്രോൾ ഇങ്ങോട്ട് ചെല്ലുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു ഫോർ ലൂപ്പിലുള്ള. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഐയുടെ വാല്യൂ 1 ആയിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഐയുടെ വാല്യൂ 2 ആവും. അതിനെ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് ചെല്ലും. ഇവിടെയും കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ഐയുടെ വാല്യൂ 2 ആണ്. ലെസ് ദാൻ 3 ആയതുകൊണ്ട് ഇവിടുത്തെ കണ്ടീഷനും ട്രൂ ആയിരിക്കും. നേരെ പിന്നെയും ആ ഫോർ ലൂപ്പിന്റെ അകത്തുള്ള ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ വെച്ചാണ് ഈ 12 എന്ന വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതും അതിനെ ഈ എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഈ എലമെന്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ 2 ആണ്. ഇവിടെ വെച്ച് നമ്മൾ 2 ആക്കിയല്ലോ. ആ ഇൻഡെക്സ് നമ്പർ 2 ആണ് ഈ എലമെന്റ്. അപ്പം അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഐയുടെ വാല്യൂ 2 ആയതുകൊണ്ട് 2 എന്ന ഇൻഡെക്സ് നമ്പറിലോട്ട് ആ എലമെന്റ് വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും തിരിച്ച് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലോട്ട് ചെല്ലുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ ഇപ്പൊ 2 ആയിരുന്നു. അതിനെ ഇൻക്രിമെന്റ് ചെയ്ത് 3 ആക്കി. 3 ആക്കിയതിനു ശേഷം പിന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇവിടെ വെച്ച് ഈ കണ്ടീഷന്റെ ഔട്ട്പുട്ട് ഫാൾസ് എന്നായിരിക്കും, ട്രൂ ആവത്തില്ല. കാരണം ഐയുടെ വാല്യൂ 3 ആണ്. 3 ലെസ് ദാൻ 3 ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ അതുകൊണ്ട് ഈ കണ്ടീഷന്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ്. അപ്പം ഫോർ ലൂപ്പിൽ നിന്ന് അത് പുറത്തിറങ്ങും. പിന്നെ അത് ഫോർ ലൂപ്പിന്റെ അകത്തുള്ള ഈ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കത്തില്ല എക്സിക്യൂട്ട് ചെയ്യുന്നത്.
ഈ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെന്റിനെ സ്കിപ്പ് ചെയ്തിട്ട് ഈ പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അത് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ആ ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ആയി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഓരോ എലമെന്റിലായിട്ട് നമ്മൾ ഈ ഇൻപുട്ട് എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂസ് ഈ ഓരോ എലമെന്റ് ബൈ എലമെന്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ആ എലമെന്റ് ബൈ എലമെന്റ് ചൂസ് ചെയ്തത് ഈ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചാണ്. ഇൻഡെക്സ് നമ്പറിനെ നമ്മൾ ഐ എന്ന വാല്യൂ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്തത്. ഈ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഐയുടെ വാല്യൂ 0 ആയിരുന്നു. ഓരോ സൈക്കിൾ, ഓരോ ഐറ്ററേഷൻ കഴിയുന്നതോറും ഐയുടെ വാല്യൂ 0, 1, 2 എന്നിങ്ങനെ മാറി. എപ്പോഴാണോ ഐയുടെ വാല്യൂ 3 ആയത് അവിടെ വെച്ചാണ് ഈ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്ത് ആ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തു വന്നത്. ഈ ഐയുടെ വാല്യൂ 3 ആയപ്പോൾ സ്റ്റോപ്പ് ചെയ്തതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളിവിടെ സെറ്റ് ചെയ്ത അറേയുടെ സൈസ് എന്ന് വെച്ചാൽ 3 ആണ്. അതായത് ഇൻഡെക്സ് നമ്പർ 0 to 2 വരെയാണ് അതിലുള്ളത്. ഇൻഡെക്സ് നമ്പർ 3 എന്ന സംഭവം ഈ ഒരു അറേയിൽ ഒരിക്കലും വരത്തില്ല. അതായത് ഇൻഡെക്സ് നമ്പർ 3 എന്ന ഒരു എലമെന്റ് ഈ ഒരു അറേയിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഐയുടെ വാല്യൂ 3 ആകുമ്പോഴേക്കും പിന്നെ ആ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആ ഫോർ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് അതിന്റെ കൺട്രോൾ പുറത്തോട്ട് വരും. അപ്പൊ ഇവിടെ സംഭവിച്ചെന്തെന്ന് വെച്ചാൽ നമ്മളിവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 3 എന്ന വാല്യൂ ആണ് കൊടുത്തത്. ഈ 3 എന്ന വാല്യൂ എന്തെന്ന് വെച്ചാൽ ഈ അറേയുടെ സൈസ് തന്നെയാണ്. നിങ്ങൾ പ്രോഗ്രാം എഴുതുമ്പോൾ അറേയുടെ സൈസ് എന്താണോ ഇവിടെ വരുന്നത് ആ സെയിം സൈസ്, ആ സെയിം വാല്യൂ ഇവിടെ മെൻഷൻ ചെയ്താൽ മതി. അതായത് അത്രയും വാല്യൂസ് ആണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് എന്ന ഉദ്ദേശത്തിൽ ഈ വരുന്ന അറേയുടെ സൈസ് എത്രയാണോ അത് തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം അറേ 100 സൈസിലുള്ള അറേ ആണെങ്കിൽ 0 to 99 ആയിരിക്കും അതിന്റെ ഇൻഡെക്സ് വാല്യൂന്റെ റേഞ്ച്. അപ് ടു 99 ഇൻഡെക്സ് വാല്യൂ വരെ സ്റ്റോർ ചെയ്യാനൊക്കെ ഉള്ളൂ. ഇവിടെ സൈസ് എന്ന് പറയുമ്പോൾ 100 ആണ്. ആ 100 തന്നെ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എപ്പോഴാണോ ഐയുടെ വാല്യൂ 100 ആവുന്നത് ആ സമയത്ത് ആ ഫോർ ലൂപ്പ് സ്റ്റോപ്പായി കൺട്രോൾ പുറത്തോട്ട് വരും. അപ്പൊ 99 വരെയുള്ള ഇൻഡെക്സ് നമ്പറിലെ സംഭവം സ്റ്റോർ ആവുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഓരോ എലമെന്റ് ബൈ എലമെന്റ് ഈ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന, ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ അതിലേക്ക് സ്റ്റോർ ആവുന്നത്. ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, പ്രോഗ്രാമിങ്ങിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് വാല്യൂസ് റീഡ് ചെയ്യുന്നതും നമ്മൾ കീബോർഡിൽ എൻ്റർ ചെയ്യുന്ന വാല്യൂസ് ഇൻപുട്ട് റീഡ് ചെയ്യുന്നതും ആ പർട്ടിക്കുലർ അറേ എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നതിന് പകരം ഇത്ര വളരെ ചെറുതായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഒതുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ഞാൻ സാമ്പിൾ ആയിട്ട് ഈ വാല്യൂസിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. സാധാരണ ഡിസ്പ്ലേ ചെയ്യാൻ ഈ മെത്തേഡ് സാധാരണ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറയത്തില്ല. എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറയത്തില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ അതിന് ഡിസ്പ്ലേ ചെയ്തും കാണിക്കാനൊക്കും. ആ ഒരു കേസും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇതെല്ലാ പ്രോഗ്രാമിലും നമ്മൾ യൂസ് ചെയ്യാറില്ല. എനിക്കിപ്പം ഈ സ്റ്റോർ ചെയ്ത വാല്യൂസിനെ ഈ രൂപത്തിൽ എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. വാല്യൂസ് ആർ എന്ന് എഴുതി ആ 3 വാല്യൂസിനെ എനിക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ 3 കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രിന്റ്എഫ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിന്റെ അകത്ത് വാല്യൂസ് ആർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട ഇത്രയും പോർഷൻ ഞാൻ ആദ്യമേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ 3 വാല്യൂസ് ലിസ്റ്റ് ചെയ്യേണ്ടത്. ആ 3 വാല്യൂസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫോർ ലൂപ്പ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. ഇവിടെ വീണ്ടും ഐയുടെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ട്രൂ ആപ്പം ഫോർ ലൂപ്പിന്റെ അകത്തുള്ള ഈ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഫോർ ലൂപ്പിന്റെ അകത്തുള്ളൂ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റ് അകത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഈ ഡബിൾ കോട്സിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഡിസ്പ്ലേ ചെയ്യേണ്ടത് %d സ്പേസ് ടാബ്, ഹൊറിസോണ്ടൽ ടാബ് \t എന്നും കൊടുത്തിട്ടുണ്ട്. സംഭവം ഇവിടെ %d എന്ന് പറയുന്ന ആ ടേമിന്റെ സ്ഥാനത്ത് ആ പർട്ടിക്കുലർ അറേ എലമെന്റ് വാല്യൂ എന്താണ് അതായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 0 ആണ്. അതായത് ഇൻഡെക്സ് നമ്പർ 0 എലമെന്റിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതായിരിക്കും ഈ %d അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നിട്ട് ഒരു ഹൊറിസോണ്ടൽ ടാബ്, ഒരു 8 സ്പേസും കൂടെ അത് വിടും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഈ കൊടുത്തിരുന്നത്. അതാണ് ഇവിടെ ഈ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ 45ഉം അതിന്റെ കൂടെ ഇത്രയും സ്പേസും കൂടെ വന്നത് ഇത്രയും പോർഷനാണ്. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഫോർ ലൂപ്പിലുള്ള 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നതാണ്. ഐയുടെ വാല്യൂ 0 എന്നത് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഐയുടെ വാല്യൂ 1 ആവും. അതിന് പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം ഈ കണ്ടീഷന്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. പിന്നെ ഈ പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോഴാണ് ഈ 77ഉം പിന്നെ അതിന്റെ കൂടെ ഇത്രയും സ്പേസും വരുന്നത്. കാരണം ഈ 77 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് നമ്പർ 1ൽ വരുന്ന വാല്യൂ ആണ്. ഇവിടെ %d ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഈ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ അതായത് 1ൽ സേവ് ചെയ്തിരിക്കുന്ന ആ വാല്യൂ ആയിരിക്കും രണ്ടാമത്തെ തവണ ഈ പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതാണ് 77ഉം പിന്നെ ഈ സ്പേസും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 2 ആക്കും. കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം ഔട്ട്പുട്ട് ട്രൂ തന്നെയാണ്. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും.
അപ്പോഴാണ് പെർസെൻറ്റേജ് ഡി എന്ന് പറഞ്ഞ് \d കൊടുത്തിട്ടുണ്ട്. ഈ പെർസെൻറ്റേജ് ഡിയുടെ സ്ഥാനത്ത് ഇൻഡെക്സ് നമ്പർ 2 വരുന്ന വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. അതാണ് 12 എന്ന സംഭവം. മൂന്നാമത് എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ 12 ആയിരുന്നു. ആ 12 ഡിസ്പ്ലേ ചെയ്തിട്ട് ബാക്കി ആ സ്പേസും കൂടെ അവിടെ ഡിസ്പ്ലേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാം സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 3 ആക്കും. എന്നിട്ട് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. കാരണം ഐയുടെ വാല്യൂ ഈക്വൽ ടു 3 ആയി, ലെസ് ദാൻ 3 അല്ല. അപ്പൊ അതുകൊണ്ട് കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. പിന്നെ ഈ printf എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തില്ല, ആ ഫോർ ലൂപ്പിന് പുറത്തോട്ട് വരും. അപ്പൊ ഇങ്ങനെയാണ് ഇത്രയും സംഭവം ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് ഒരുപാട് എലമെന്റ്സിനെ കീബോർഡിൽ നിന്ന്, ഒരുപാട് ഇൻപുട്ടിനെ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്ത് അറേ എലമെന്റ്, ഓരോ പർട്ടിക്കുലർ അറേ എലമെന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ്. നമ്മൾ മിക്കവാറും പ്രോഗ്രാം എഴുതുമ്പോൾ ഇതേ ഒരു രീതിയിലുള്ള ഫോർ ലൂപ്പ് തന്നെയായിരിക്കും എഴുതുന്നത്. ഡിഫറൻസ് ഉണ്ടാവുന്ന ഈ 3 എന്ന് പറയുന്ന വാല്യൂവിലായിരിക്കും ഡിഫറൻസ് ഉണ്ടാവുന്നത്. സൈസ് എത്രയാണോ, അറേയുടെ സൈസ് എത്രയാണോ ആ സൈസ് ആയിരിക്കും നമ്മളിവിടെ 3ക്ക് വരെ സാധാരണ എഴുതുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ സാധാരണ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് വാല്യൂസ് എൻ്റർ ചെയ്യുന്നത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ ഒരു 2 സാമ്പിൾ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. താങ്ക് യു.